ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ പ്രഭാത സമയം ഞാൻ പാസ്റ്റർ ലിനീഷ് രാജൻ എല്ലാവരെയും ഡെയിലി മണ്ണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുന്ന വചനം യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. എന്നാൽ യെരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ച് ഉറപ്പാക്കിയിരുന്നു, ആരും പുറത്തിറങ്ങിയില്ല, അകത്ത് കയറിയിരുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ നമ്മൾ കാണുന്നത് ഒരു നഗരമാണ്. അവിടെ എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുകയാണ്. മതിലുകൾ ആകാശത്തോളം തൊടുന്ന വലിപ്പം. പുറത്തുള്ളവർക്ക് പ്രവേശിക്കാൻ കഴിയാത്ത രീതിയിൽ എല്ലാ രീതിയിലും അടഞ്ഞുകിടക്കുകയാണ്. മനുഷ്യരുടെ കണ്ണിൽ അത് അസാധ്യമായ ഒരു നഗരമാണ്. പക്ഷെ ദൈവം ആ നഗരത്തെ നോക്കി പറഞ്ഞത്, ഞാൻ അതിനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അതായിരുന്നു യെരിഹോ മതിൽ. അടഞ്ഞ വാതിലുകളും ഉയർന്ന മതിലുകളും കണ്ടപ്പോൾ മനുഷ്യർ ഭയപ്പെട്ടു. പക്ഷെ ദൈവം മതിലുകളെ അല്ല നോക്കിയത്, ദൈവം കണ്ടത് വിജയമാണ്. അതാണ് നമ്മളൊന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്ന് ദൈവം ഇസ്രായേൽ ജനത്തെ വിടുവിച്ച ശേഷം അവരുടെ ചെങ്കടലിലൂടെ നടത്തി മരുഭൂമിയിൽ മന്ന കൊടുത്തു. 40 വർഷത്തെ യാത്രയ്ക്ക് ശേഷം അവർ ആ വാഗ്ദത്ത ദേശത്തിന്റെ അതിർത്തിയിലെത്തി. പക്ഷേ അവരുടെ മുന്നിൽ ഒരു വലിയ തടസ്സമുണ്ടായിരുന്നു. അതായിരുന്നു യെരിഹോ മതിൽ എന്ന് പറയുന്നത്. അതൊരു സാധാരണ പട്ടണമല്ലായിരുന്നു. വലിയ മതിലുകൾ കൊണ്ട് ചുറ്റപ്പെട്ട, ശക്തമായി സംരക്ഷിക്കപ്പെട്ട ഒരു നഗരം. ആർക്കും അതിനെ ജയിക്കാൻ കഴിയില്ലെന്ന് എല്ലാവരും കരുതി. ദൈവത്തിന്റെ വചനം പറയുന്നു, യെരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ച് ഉറപ്പാക്കിയിരുന്നു, ആരും പുറത്തിറങ്ങിയില്ല, അകത്ത് കയറുന്നുമില്ല. ഇവിടെ വാതിലുകൾ അടഞ്ഞു കിടക്കുകയാണ്, വഴികൾ അടഞ്ഞു കിടക്കുകയാണ്, സാധ്യതകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. മനുഷ്യന്റെ കണ്ണിലെല്ലാം അവസാനിച്ചതുപോലെ തോന്നിയിരിക്കുന്ന നിമിഷം. പക്ഷെ ദൈവം തന്റെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം യോശുവയോട് ഇങ്ങനെ പറഞ്ഞില്ല, മതിലിടിച്ച് തകർക്കുക, അല്ലെങ്കിൽ നിന്റെ ശക്തി ഉപയോഗിക്കുക, യുദ്ധം ആരംഭിക്കുക. പകരം ദൈവം പറഞ്ഞത് എന്താണ്? നഗരത്തെ ചുറ്റി നടക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? കാരണം ദൈവം മതിൽ ഇടിക്കുന്നതിന് മുമ്പ് ജനങ്ങളുടെ വിശ്വാസം പണിയണമായിരുന്നു. ജനങ്ങളുടെ വിശ്വാസം അവിടെ പണിതു. ഓരോ ദിവസവും അവർ മതിലിനെ ചുറ്റി നടന്നു. ഒന്നും സംഭവിച്ചില്ല. 2-ാം ദിവസവും ഒന്നും സംഭവിച്ചില്ല. 3-ാം ദിവസവും ഒന്നും സംഭവിച്ചില്ല. 6-ാം ദിവസം വരെ ഒന്നും സംഭവിച്ചില്ല. പക്ഷെ അവർ അറിയാത്ത ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്നു. ദൈവം നിശിതമായി അതിന്റെ പുറകിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. മതിൽ പുറത്തുനിന്ന് മാറിയില്ല, പക്ഷെ ദൈവം അതിന്റെ വീഴ്ച ഒരുക്കുകയായിരുന്നു. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും ഒരു യെരിഹോ മതിലുണ്ടായിരിക്കും. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും മാറാത്ത ചില സാഹചര്യങ്ങൾ, വർഷങ്ങളായി കാത്തിരിക്കുന്ന ചില കാര്യങ്ങൾ, അസാധ്യമെന്ന് തോന്നിയ ചില പ്രശ്നങ്ങൾ. നിങ്ങൾ കാണുന്നത് ഒരുപക്ഷെ അടഞ്ഞ വാതിലായിരിക്കാം, പക്ഷെ ദൈവം കാണുന്നത് തുറക്കാൻ പോകുന്ന വഴിയാണ്. നിങ്ങൾ കാണുന്നത് മതിലാണെങ്കിൽ ദൈവം കാണുന്നത് ആ മതിലിന്റെ വീഴ്ചയാണ്. ദൈവം പ്രവർത്തിക്കുന്നില്ലെന്ന് ആരും കരുതണ്ട. അവൻ പലപ്പോഴും നിശബ്ദമായി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ വാക്യത്തിൽ 7-ാം ദിവസം 7 പ്രാവശ്യം ജനങ്ങൾ ആർപ്പ് വിളിച്ചു. പിന്നെ അത്ഭുതമാണ് അവിടെ സംഭവിക്കുന്നത്. മതിലുകൾ വീണു, വാതിൽ അവിടെ തുറക്കപ്പെട്ടില്ല, പക്ഷെ മതിൽ തന്നെ അവിടെ ഇല്ലാതെയായി. ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി, ഇതാണ് ദൈവത്തിന്റെ രീതി എന്ന് പറയുന്നത്. മനുഷ്യമായി നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കും, ഇങ്ങനെയായിരിക്കുമോ ദൈവം പ്രവർത്തിക്കുന്നത്? അല്ല, മാനുഷികമായ ചിന്തകൾക്കപ്പുറമാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. നിന്റെ വിചാരങ്ങളല്ല യഹോവയുടെ വിചാരങ്ങൾ. ചിലപ്പോൾ അവൻ വാതിൽ തുറക്കത്തില്ല, വാതിൽ വേണ്ടാത്ത വിധം മതിൽ തന്നെ മാറ്റിക്കളയും. അതാണ് ദൈവപ്രവൃത്തി. ഇന്ന് ഈ പ്രഭാത സമയം ദൈവത്തിനെ കേൾക്കുന്ന ദൈവപൈതലെ, നിങ്ങളുടെ മുന്നിലെ അടഞ്ഞ വാതിൽ ദൈവം കാണുന്നുണ്ട്. നിങ്ങളുടെ കാത്തിരിപ്പ് ഒരിക്കലും വെറുതെയായി പോകത്തില്ല. നിശബ്ദമായി തന്നെ ഓരോ ദിവസങ്ങളിലും ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അസാധ്യമായി തോന്നുന്ന മതിലുകൾ നിങ്ങളുടെ മുമ്പിൽ ഒന്നുമില്ലാതായി മാറും. നിങ്ങളുടെ പ്രതീക്ഷ നിങ്ങൾ നഷ്ടപ്പെടുത്തേണ്ട. നിങ്ങളുടെ യെരിഹോയുടെ ദിവസം അടുത്തിരിക്കുകയാണ്. ഇന്ന് കർത്താവ് ചിലരോട് പറയുന്നു, അടഞ്ഞ വാതിലിന് പിന്നിൽ ദൈവം അത്ഭുതം ഒരുക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഈ വചനം നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ വചനത്തിന് മുമ്പാകെ സമർപ്പിച്ച് ദൈവത്തിൽ തന്നെ പൂർണ്ണമായി ആശ്രയിച്ച് ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവം പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ ദൈവം തച്ചുടച്ച് മതിലിനെ ഇല്ലാതാക്കി നിങ്ങളെ അകത്ത് പ്രവേശിപ്പിക്കുവാൻ ഇന്നും ദൈവം ശക്തനാണെന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്. അതിനാൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ മുന്നിൽ അടഞ്ഞിരിക്കുന്ന എല്ലാ എരിഹുകളെയും നിന്റെ ശക്തിയാലൊന്ന് നീക്കണമേ. കാത്തിരിപ്പിന്റെ ദിവസങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. നിശബ്ദതയുടെ സമയങ്ങളിലും നീ പ്രവർത്തിക്കുന്നതെന്ന് വിശ്വസിക്കുവാൻ ഞങ്ങൾക്ക് നൽകണം. ഞങ്ങളുടെ ജീവിതത്തിലെ സകല മതിലുകളും നിന്റെ സമയത്ത് വീഴട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഇതുവരെ ഈ വചനം ശ്രമിച്ച എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.